അന്ന് IIT ഡ്രോപ്പ് ഔട്ട്, ഇന്ന് ബോസിനേക്കാൾ ആസ്തി. ലോകത്തെ ഞെട്ടിച്ച മലയാളിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. തോമസ് കുര്യൻ. ഈ പേര് മലയാളികൾക്ക് ഒരുപാടൊന്നും അപരിചിതമല്ല. ഗൂഗിൾ ക്ലൗഡിന്റെ CEO എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. കാരണം മലയാളികൾക്ക് ഏറെ അഭിമാനമായി ലോകത്തിന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് തോമസ് കുര്യൻ. വിജയം കൈവരിക്കാൻ കഠിനാധ്വാനവും വളരാനുള്ള വാശിയുമാണ് ആവശ്യമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു നൽകിയ കേരളീയനാണ് തോമസ് കുര്യൻ. ഒരിക്കൽ IIT ഡ്രോപ്പ് ഔട്ട് ആയിരുന്ന തോമസ് കുര്യൻ ഇന്ന് ജോലി നൽകിയ സ്ഥാപനത്തിന്റെ ബോസിനേക്കാൾ ആസ്തിയുള്ള വ്യക്തി എന്ന നിലയ്ക്കാണ് വളർന്നത്. ഇത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത വിജയം നല്ല മാതൃകയാണ് എന്ന് മനസ്സിലാക്കാം. 1966 കേരളത്തിലെ പാമ്പാടി എന്ന സ്ഥലത്താണ് തോമസ് കുര്യൻ ജനിച്ചത്. നിലവിൽ 58 വയസ്സുണ്ട്. ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയാണ് തോമസ് കുര്യൻ തന്റെ കരിയർ ആരംഭിച്ചത്. ഒപ്പം അധ്യാപനവും ഉണ്ടായിരുന്നു. ബംഗളൂരുവിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് IITയിൽ പ്രവേശിച്ച തോമസ് കുര്യൻ പിന്നീട് അവിടെ നിന്നും പഠനം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പറന്നു. ടെക് ബിസിനസ് ലോകത്ത് തന്റെ കഴിവുകളും ആശയങ്ങളും പ്രയോജനപ്പെടുത്തി ഉന്നതിയിലെത്തി. ഒരിക്കൽ IIT ഡ്രോപ്പ് ഔട്ട് ആയ കുര്യൻ ഗൂഗിൾ CEO സുന്ദർ പിച്ചെ ഗൂഗിളിൽ ജോലി കൊടുക്കുന്നു. ഇന്ന് സുന്ദർ പിച്ചയേക്കാൾ ആസ്തിയുള്ള മലയാളിയായി കുര്യൻ മാറുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം തന്റെ ബോസ് സുന്ദർ പിച്ചയെ പോലും കടത്തിവെട്ടുന്ന ആസ്തിക്കുടമയാണ് തോമസ് കുര്യൻ. $2.14 ട്രില്യൺ ശേഷിയുള്ള ആൽഫാബെറ്റ് ഇങ്കിനെ നയിക്കുന്ന സുന്ദർ പിച്ചയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ CEO. 2022 $226 മില്യൺ പിച്ചൈ പ്രതിഫലമായി കൈപ്പറ്റിയത്. എന്നാൽ വർഷത്തെ അദ്ദേഹത്തിന്റെ ആസ്തി 10,215 കോടി രൂപയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം തോമസ് കുര്യന്റെ ആസ്തിയാകട്ടെ 15,000 കോടി രൂപയിലധികമാണ്. 2019 മുതൽ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ CEO പദം അലങ്കരിച്ചു വരുന്നു. ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഗോൾഡ് ഹൗസ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ലീഡർഷിപ്പ്, എഞ്ചിനീയറിംഗ്, കോർപ്പറേറ്റ് റിലേഷൻ മേഖലകളിൽ അതികായനാണ് തോമസ് കുര്യൻ. ഗൂഗിൾ ക്ലൗഡിനെ പുനരുജ്ജീവിപ്പിച്ചതിന്റെ ബഹുമതി അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഗിൾ ക്ലൗഡ് ഉപഭോക്തൃ സേവനം വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മാത്രമല്ല, ശമ്പളം വർദ്ധിപ്പിച്ച് സെയിൽസ് ടീമിനെ പ്രചോദിപ്പിക്കാനുള്ള ആശയത്തിന് പിന്നിലും തോമസ് കുര്യന്റെ ബുദ്ധി തന്നെയായിരുന്നു. ബംഗളൂരുവിലെ സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ യാത്ര ആരംഭിച്ചത്. മദ്രാസിലെ IITയിൽ പ്രവേശനം നേടിയെങ്കിലും പ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ ശേഷം കുര്യൻ അമേരിക്കയിലേക്ക് പറന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസിൽ നിന്ന് MBAയും നേടിയിട്ടുണ്ട്. മക്കൻസി ആൻഡ് കമ്പനിയിലാണ് കുര്യൻ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ചത്. ഇവിടെ 6 വർഷത്തോളം ജോലി ചെയ്തു. തുടർന്ന് ഒറാക്കിളിലെത്തി. ഇവിടെ 22 വർഷം ചിലവഴിക്കുകയും വിവിധ നേതൃസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു. ഇക്കാലയളവിൽ അദ്ദേഹം 32 രാജ്യങ്ങളിലായി 35,000 ആളുകളുടെ ഒരു ടീമിനെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. കമ്പനിയുടെ സഹസ്ഥാപകനായ ലാരി എലിസണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കുര്യൻ ഒറാക്കിൾ വിട്ടത്. ഒറാക്കിളിലെ അദ്ദേഹത്തിന്റെ കാലാവധി 2018 അവസാനിച്ചു. അധികം വൈകാതെ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ തലവനായി. IITയിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച് ഒരു പ്രമുഖ ടെക് എക്സിക്യൂട്ടീവിലേക്കുള്ള തോമസ് കുര്യന്റെ വളർച്ച ഏവരെയും പ്രചോദിപ്പിക്കുന്നതാണ്.